ഒരു ഗുരു ഇല്ലാതെ തന്നെയാണ് ഞാൻ തുടങ്ങിയത്. അമ്മ തന്നെയാണ് എന്നെ ഈ ഗുരുവിലേക്ക് എത്തിച്ചത്. നമുക്ക് ഒരു സഹോദരനെ പോലെയോ, ഒരു സുഹൃത്തിനെ പോലെയോ ഏത് സംശയങ്ങളും എപ്പോഴും ചോദിക്കാൻ പറ്റുന്ന ഒരു ഗുരുവിനെ തന്നെ എനിക്ക് തന്നതിൽ അമ്മയോട് ഞാന് കൃതാർത്ഥയാണ്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകമായ അഘോരി വായിച്ചതിലൂടെ എനിക്കൊരു വേറിട്ടൊരു അനുഭവം തന്നെയായിരുന്നു. ആത്മീയ അന്വേഷകർക്ക് ഒരു വേറിട്ട അനുഭവമായിരിക്കും ആ പുസ്തകം. അതിലെ 13ഓ 14ഓ അധ്യായത്തിലായിരുന്നു തോന്നുന്നു ഒരു സൂക്ഷ്മതലത്തില് യാത്ര ചെയ്യുന്ന ഒരു അനുഭവം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് നമ്മൾ കേട്ടറിഞ്ഞിട്ടേ ഉള്ളൂ ശംഭാല എന്നുള്ള ഒരു ഹിമാലയത്തിലെ ഒരു നിഗൂഢ സ്ഥലത്തെപ്പറ്റി. അതിലൂടെ ആ നിഗൂഢ സ്ഥലത്തിൽ എത്തപ്പെട്ട ഒരു അനുഭവമായിരുന്നു ആ പുസ്തകത്തിലെ ഈ അധ്യായങ്ങൾ വായിച്ചപ്പോൾ എനിക്കുണ്ടായത്. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ എഴുതാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ കുടുംബത്തിന് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാ ദേവി ഭക്തരിലേക്കും അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന്. അഘോരി, ദ സീക്രട്ട് ഓഫ് ടൈം ആൻഡ് ക്രൈം. അകലെ താഴെ ഹിമാലയ മലഞ്ചെരുവിലെ പാതയോരത്ത് ത്രയംബക മഹാരാജ് ബാബ മറ്റു 2 പേരോടൊപ്പം മൃതദേഹത്തിനരികിൽ നിൽക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാൽ മൃതശരീരത്തിലില്ല. ബാബ മറ്റേ കാലിലെ മാംസം വലിയൊരു കത്തികൊണ്ട് മുറിച്ചെടുത്ത് ഒരു ശിഷ്യന്റെ കയ്യിലെ തലയൊട്ടിയിലേക്കിട്ടു. അഘോരം, അത് നമ്മിലെ കുഞ്ഞിന്റെ നിഷ്കളങ്കതയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതെ, അതിനിഗൂഢമായ എന്തോ ഒന്ന്. അതാണ് നമ്മെ അഘോരി എന്ന ശ്രീധരൻ നമ്പൂതിരി എഴുതിയ നോവലിലേക്ക് വലിച്ചടുപ്പിക്കുന്നത്. അപ്പോൾ ശ്രദ്ധയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ്. ഇന്ന് കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനികൾ ഉൾപ്പെടെ മത്സരിക്കുന്നത് ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും പണം ഉണ്ടാക്കുന്നത് ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സാണ്. സോഷ്യൽ മീഡിയ നമ്മുടെ ശ്രദ്ധയെ മോഹിപ്പിച്ച് AI വെച്ചിട്ട് ഏറ്റവും നമ്മുടെ വീക്ക്നെസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് തന്ന് നമ്മുടെ സ്വഭാവം പഠിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ പഠിച്ച് നമുക്കൊരു ടേസ്റ്റും എന്താണെന്ന് പഠിച്ച് അങ്ങനെയുള്ള വീഡിയോസ് കൊണ്ടുവരുമ്പോൾ അറിയാതെ നമ്മുടെ വാസന അതുമായി ബന്ധപ്പെട്ട് പോകും. ഇന്ന് ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി വേണ്ടത് അതിനാണ്, അതിലോട്ട് പോകാതിരിക്കാനാണ്. കൊച്ചു കുട്ടികളെ ചെറുപ്പത്തിലെ ട്രെയിനിങ് കൊടുക്കേണ്ടതും അതിലാണ്. വലിയ ആളുകൾക്ക് പറ്റുന്നില്ല, പിന്നെ എങ്ങനെ കൊച്ചുകുട്ടി. അപ്പം നമ്മളെ മറക്കണം, നമ്മളെ ശ്രദ്ധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മളെ ശ്രദ്ധിക്കാൻ പാടില്ല എന്നുള്ളത് അവരുടെ ഒരു വാശിയാണ്. ഒരു കാരണവശാലും നമ്മളെ ശ്രദ്ധിക്കില്ല. ഇവിടെ സ്വയം നഷ്ടപ്പെട്ടവനാണ് ഏറ്റവും വലിയ ഹതഭാഗ്യൻ. അവനവനെ അറിയാൻ വയ്യാത്തവനാണ്. എനിക്ക് എന്താണ് വേണ്ടത് എന്ന് തിരിച്ചറിയാനുള്ള വിവേകമില്ലെങ്കിൽ, ബോധമില്ലെങ്കിൽ നമ്മുടെ പ്രാണശക്തിയെ അവർ വലിച്ചെടുക്കും. ശ്രദ്ധ എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് പ്രാണൻ പോകും. പ്രാണൻ നമ്മുടെ ലൈഫിൻ്റെ ഊർജമാണ്, ലൈഫ് ഫോഴ്സാണ്. അത് കുണ്ടലിനിയാണ്, അത് സർപ്പമാണ്. ശിവനുമായി ശുദ്ധബോധമായ ഞാൻ എന്നുള്ള ശിവബോധ തത്വവുമായി യോജിക്കേണ്ട ശക്തി ഇന്ന് നല്ല പാട്ടിലൂടെ നമ്മുടെ ശ്രദ്ധ നല്ല ഡിജിറ്റൽ നല്ല മ്യൂസിക്കിലൂടെ വെളിയിലേക്ക് പോകും. നല്ല കേൾവി, നല്ല കാഴ്ച. നമ്മുടെ വീക്ക്നെസ് എന്താണ്? നമ്മളൊരു സെക്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഒരു പ്രാവശ്യം കണ്ടാൽ മതി, പിന്നെ അങ്ങനെയുള്ള വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. പാചകത്തിൻ്റെ വീഡിയോ ആണ് കാണുന്നതെങ്കിൽ അത് തന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ കാഴ്ച, കേൾവി, സ്പർശം, മണം, രുചി 5 സെൻസിലൂടെ മാക്സിമം ശ്രദ്ധയെ വലിച്ചെടുത്തുകൊണ്ട് പുറം ലോകത്തിൽ ഭ്രമിപ്പിച്ച് നമുക്ക് എന്താണ് വേണ്ടതെന്ന് അറിയാൻ വയ്യാത്ത, നമ്മൾ ആരാണ്, നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് മറപ്പിച്ച് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് മനുഷ്യൻ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അവനെല്ലാം മറക്കുന്നു. തൊട്ട് മുന്നിലെ വീട്ടിൽ താമസിക്കുന്ന വീട്ടുകാരെ മറക്കുന്നു. എൻ്റെ മുന്നിലിരിക്കുന്ന അല്ലെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ, അല്ലെ എൻ്റെ കൂടെ താമസിക്കുന്ന എൻ്റെ വീട്ടുകാർക്ക് ഒരു ജീവിതമുണ്ട്. അവനൊരു സോഷ്യൽ ബീയിങ് അല്ലാതാക്കുന്നു, സോഷ്യൽ മീഡിയ ബീയിങ് ആക്കുന്നു. സോഷ്യൽ മീഡിയ സോഷ്യൽ അല്ല കേട്ടോ പലപ്പോഴും. എന്നാൽ അതില്ലാതെ പറ്റത്തില്ല നമുക്ക്.
പക്ഷേ അവിടെ നമ്മൾക്ക് വേണ്ടതിനെ സെലക്ട് ചെയ്യാനുള്ള കഴിവ് നമുക്കില്ലാതെ പോകുന്നു. ഒരു വലിയ വിഷയമാണ്. സൈക്കോളജിക്കലി ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നു. ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഇതുകൊണ്ട്. അവൻ ആരാണെന്ന് അറിയാൻ വയ്യാതിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അവസ്ഥ. ഭ്രാന്തമായ അവസ്ഥയാണ്. അവനെൻ്റെ സമയം പോകുന്നത് അറിയുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ കഷ്ടം. നമ്മൾ അതിനകത്തോട്ട് കയറിയ 1 മണിക്കൂർ കഴിഞ്ഞായിരിക്കും ഇറങ്ങും. 5 മിനിറ്റത്തേക്കാണ് കയറുന്നത്. ഇതിലൂടെ കാണാം, ഇതിലൂടെ അറിയാം, അങ്ങനെ പോകും. അത് ആ ജോലി ചെയ്യണം. മനസാക്ഷി പറയും ആ ജോലി ചെയ്യണം, അത് പിന്നെ ചെയ്യാം. ഈ ജോലി അതും പിന്നെ ചെയ്യാം. കാരണം രാത്രി ഇരുന്ന് ചെയ്യാം. രാത്രിയിൽ ഇത് തന്നെയാണ് അവസ്ഥ. നമ്മൾ കക്കൂസിൽ പോകുന്ന പോലും നമ്മൾ അറിയുന്നില്ല. നമ്മൾ കഴിക്കണം, നമ്മൾ അറിയുന്നില്ല. കുറച്ച് വിഷം കൊണ്ടിട്ടാലും അതും തിന്നും. ആപ്പിളിൽ നിന്ന് സ്റ്റിക്കർ പോലും കട്ട് ചെയ്യാൻ തിന്നും. കളയാത്ത തിന്നുന്നതും കളയുന്നതും അറിയുന്നില്ല. ബാക്കിലൂടെ കളയുന്നത് ഒന്നും അറിയുന്നില്ല. മൊബൈൽ നോക്കിക്കൊണ്ട് ഓടിച്ച് വണ്ടി ഇടിക്കുന്ന എത്രയോ ആളുകളുണ്ടെന്ന് അറിയാം. മൊബൈൽ നോക്കിക്കൊണ്ട് റോഡ് കേട്ടോണ്ട് റോഡ് ക്രോസ് ചെയ്യുന്നു, അല്ലേ, കണ്ടോണ്ട് വണ്ടി ഇടിച്ച് ചെയ്യാവുന്നു, ട്രെയിൻ ഇടിച്ച് ചെയ്യാവുന്നു. എത്രയോ ആളുകൾ. വല്ലാത്ത കണക്കുകളോ ഇതൊക്കെ. നമ്മൾ കേട്ടാൽ പേടിയാവും. ഈ ലോകത്ത് നമ്മളെ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ എന്ത് ചെയ്യണമെന്ന് വലിയവർക്കും അറിയത്തില്ല, പിള്ളേർക്കും അറിയത്തില്ല. വലിയവരെ തന്നെ അവർക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ പിള്ളേരുടെ കാര്യം ഭീകരാവസ്ഥയാണ്. ഒരു കുട്ടിക്ക് ബോധമുണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച് ഇപ്പോഴത്തെ. നമുക്കേ ഇല്ലാത്തൊരു സാധനമാണ്. നമ്മുടെ പിള്ളേർക്ക് ഉണ്ടാക്കണം, അടുത്ത തലമുറ. എങ്ങനെ? ചുറ്റും കാവാലികന്മാരിങ്ങനെ ഇത് കാണിച്ചോണ്ടിരിക്കുകയല്ലേ, റീൽസും അതും ഇതും മൂന്നും കുടച്ചക്കറും. ഇന്നൊരു ബുക്ക് വായിക്കാൻ പറ്റില്ല കുട്ടികൾക്ക്. 2 കാര്യങ്ങളാണ്. ബുക്ക് വായിച്ചാൽ കൂടുതൽ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ അതിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന. ഇപ്പോൾ ഒരു എഴുത്തുകാരൻ അവൻ്റെ അനുഭവം ഡയറക്റ്റ് പറയുകയാണ്. ആ ഒരു ബുക്കിൽ കിട്ടുന്നതിൽ 1000 ഇരട്ടി പവർഫുള്ളായിട്ട് കിട്ടും. ശരിയല്ലേ? അപ്പം നല്ലതാണ്. നല്ല ആളുകളുടെ വീഡിയോ കണ്ടാൽ ഭയങ്കരമായിട്ട് നല്ലവൻ കൂടുതൽ ബുദ്ധിയുള്ളവനാവും, ബോധമുള്ളവൻ കൂടുതൽ ബോധമുള്ളവനാവും, അല്ലേ? പക്ഷേ ഇതിൻ്റെ നേരെ മറ്റൊരു വശം, ബോധമില്ലാത്തവൻ കൂടുതൽ ബോധമില്ലാത്തവനാവും. കാരണം അവനെ കൂടുതൽ ബോധമില്ലാത്തവനാക്കുന്ന സാധനത്തിലോട്ടായിരിക്കും അവന് ഇൻട്രസ്റ്റ്. അതും ഈ ഡയറക്റ്റ് കിട്ടുകയല്ലോ ഒരാളുടെ എക്സ്പീരിയൻസ്. അങ്ങനെ ക്രൈം ചെയ്യാം. ഒരു കള്ളം വന്നിരുന്ന് പറയുകയാണ്, ഞാൻ ഇന്ന പോലൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെ സെക്സ് ചെയ്യാം വെറൈറ്റി ആയിട്ട്. കൊച്ചു പിള്ളേരാണെന്ന് കേൾക്കുന്നത്. അങ്ങനെ പോവും ബോധമില്ലായ്മയുടെ അതിൽ പുറം ലോകത്ത്. ഇത് നമ്മളിത് കൺട്രോൾ ചെയ്യണം. നമ്മുടെ പിള്ളേരിൽ ഈ ബോധം എങ്ങനെ ഉണ്ടാക്കാം, അതിനുള്ള ഒരു വിദ്യാഭ്യാസവും കൊടുക്കുന്നില്ല. A+B² പഠിപ്പിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും. ഞാൻ സാറായപ്പോൾ കുറ്റം പറയുന്നതല്ല. ഈ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതി മാറുന്ന കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കുന്നില്ല. സാരന്മാരെ റെസ്പെക്ട് ചെയ്യുന്ന എത്ര കുട്ടികളുണ്ട്? എല്ലാം കഞ്ചാവ് അടിച്ച് ഭയങ്കര അപകടമാണ്. പണ്ട് സാറുമാരുടെ കയ്യിൽ വടിയുള്ളപ്പോൾ കുറച്ച് ബോധം ഉണ്ടായിരുന്നു. ഈ വടി വാങ്ങിച്ചതോടുകൂടി അവൻ ആരെയും പേടിയില്ലാതെ. സാറിനെങ്കിലും പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ അതുമല്ല. വീട്ടുകാരെ പണ്ടേ പേടിയില്ല. ഇപ്പം പേടി അടി കിട്ടി വളരുന്ന കുട്ടി മറ്റൊരാളെ പരിഗണിക്കാൻ പഠിച്ചാണ് വളരുന്നത്. അവനും വേദനയുണ്ട്, അവന് ബുദ്ധിമുട്ടുണ്ട്. ഞാനൊരു കാര്യം തെറ്റായി ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അടി കിട്ടും. അത്രയും ഒരു കുട്ടിക്ക് ആദ്യം മനസ്സിലാക്കാൻ അറിയത്തുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കണം. ബോധം വേണം എന്ന് ഇവൻ അവനോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇല്ല അച്ഛൻ്റെ അടി കിട്ടും, അല്ലെ സാറുമാരടിക്കും. അത് മിസ്യൂസ് ചെയ്ത സാറുമാർ ഇതിനകത്തൊരു ഘടകമാണ്. എങ്കിലും കൂടുതൽ പ്രശ്നം ഇതാണ്, കുട്ടികൾക്ക് ബോധം ഉണ്ടാവുന്നില്ല. തിരിച്ചടി വരുമെന്നുള്ള ഒരു ഭയം ഉണ്ടെങ്കിൽ മാത്രമേ. ഗൾഫിലൊക്കെ നിയമങ്ങൾ അനുസരിക്കുന്ന എന്താ? തല കിട്ടും, വേറെ കാര്യമില്ല. അല്ലാതെ ഒരാളും മറ്റൊരാളും പരിഗണിക്കത്തില്ല. ഭയമില്ലെങ്കിൽ ആരെങ്കിലും പരിഗണിക്കുമോ?
അപ്പോൾ കൊച്ചിലെ തന്നെ ഇത് സമൂഹത്തിൽ നിന്ന് പഠിക്കാൻ ആര് വന്നു? ആഹാ, എപ്പോ വന്നു? ആണോ? ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടിയതാ? ആണോ? ബിസ്ക്കറ്റ് മിഠായി? ആ, ഇപ്പൊ പോവോ? വരാം. അപ്പം ഇവിടെ നമ്മുടെ ശ്രദ്ധ എങ്ങനെ ദേവതയിൽ ഉറപ്പിക്കാം എന്നുള്ള ഒരു ഹിമാലയൻ ടാസ്കല്ലേ. കുട്ടിക്ക് ഭക്ഷണം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പട്ടിക്ക് ഭക്ഷണം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഇതുങ്ങളൊക്കെ വിവരം അറിയും നമ്മൾ കൊടുത്തില്ലെങ്കിൽ. ചോദിച്ച് വാങ്ങിക്കും, കരഞ്ഞും വിളിച്ചും ബഹളം. കൊച്ചായാലും കരഞ്ഞ് മുല കുടിപ്പിക്കും, വാങ്ങിക്കും. ആരെങ്കിലും കുഞ്ഞിനെ പാലുള്ളൂ എന്നറിയാം. ദേവതക്ക് അറിയോ? നിങ്ങൾ ഒരു ദിവസം ജീവിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ദേവത നിങ്ങളോട് വഴക്കുണ്ടാക്കും? ഇല്ല. മനസാക്ഷി പറയുള്ളൂ, ജപിച്ചില്ല, വയ്യ, ക്ഷീണം, നാളെ ഒട്ടും വയ്യ. അതുകൊണ്ട് സത്യം ഒട്ടും തമാശ പറഞ്ഞല്ല, ഒട്ടും വയ്യ. അതുകൊണ്ട് നാളെ വയ്ക്കാം. കൊച്ചിനോട് പറഞ്ഞാൽ കേൾക്കുമോ? നാളെ ഭക്ഷണം തരാം, ഒട്ടും വയ്യ. പട്ടിയോട് പറഞ്ഞാൽ കേൾക്കും? ഇല്ല. ദേവതയോട് പറഞ്ഞ് തിരിച്ചൊന്നും പറയില്ല. അതുകൊണ്ട് മുടങ്ങും. ഈ ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം മുടക്കാവുന്ന കണ്ടു കഴിയും. അവിടെ എന്താ സത്യത്തിൽ ഭഞ്ചിക്കപ്പെടുന്നത്? ദേവതയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? മകൻ തൊഴാൻ കോടിക്കണക്കിന് ആളുകൾ ചോറ്റാനിക്കര ചെല്ലുന്നുണ്ട്. ഒരു ശ്രീധരൻ നമ്പൂരിയുടെ നേദ്യത്തിൻ്റെ ആവശ്യമുണ്ടോ ചോറ്റാനിക്കര അമ്മയ്ക്ക്? ഇല്ല. നമ്മുടെ ശ്രദ്ധയുടെ ആവശ്യമൊന്നുമില്ല. നമുക്ക് വേണം ശ്രദ്ധിക്കണം. നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചുണ്ടാക്കുന്ന ന്യൂറോൺ നെറ്റ്വർക്കിലൂടെ മാത്രമേ ദേവതയ്ക്ക് ബ്ലെസ് ചെയ്യാൻ പറ്റൂ. അത് റിപ്പീറ്റഡ് കമാൻഡിലൂടെ ഒരു ന്യൂറോൺ നെറ്റ്വർക്ക്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വഴി ന്യൂറോൺ നെറ്റ്വർക്ക് ബ്രെയിനിൽ ബിൽഡപ്പ് ചെയ്തു. അത് സത്യത്തിലൂടെ മാത്രം ഉണ്ടാകുന്നതാണ്. അവനവനോടുള്ള സത്യത്തിലെ ന്യൂറോൺ നെറ്റ്വർക്ക് ഫാസ്റ്റായിട്ട് ബിൽഡ് ചെയ്യപ്പെടുന്നുള്ളൂ. അവനോടുള്ള സത്യത്തിലുള്ള ഒരു ശീലം ഉണ്ടാകുന്നുള്ളൂ. ഡെയിലി ചെയ്തോളാം എന്നുള്ള വാക്ക്, അതിലൂടെ ഉണ്ടാകുന്ന ഒരു ശീലം, ആ ശീലത്തിലൂടെ ഉണ്ടാകുന്ന ന്യൂറോൺ നെറ്റ്വർക്ക്, അതിലൂടെയാണ് ദേവത റൺ ചെയ്യുന്നത്. ഈ പാലമിട്ട് കൊടുക്കാതെ ദേവതയ്ക്ക് വരാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി ഉണ്ട്. ഇച്ഛാശക്തി കൊണ്ട് ഞാൻ ഒരു കാര്യം വാക്ക് പറഞ്ഞാൽ വാക്ക് ആദ്യം മാറ്റമില്ല, തല പോയാലും. അതാണ് സത്യം. ആ സത്യത്തിലൂടെ മാത്രമേ ദേവത, സത്യത്തിലൂടെ ഉണ്ടാകുന്ന പാലത്തിലൂടെ മാത്രമേ ദേവതയ്ക്ക് വരാൻ കഴിയൂ. ഞാൻ എന്നും ചെയ്യും നമ്മുടെ സാധനം. അതിനാണ് നമ്മുടെ സാധനങ്ങൾ ഇത്ര സിമ്പിളാക്കി ഞാൻ വെച്ചിട്ടുള്ളത്. പറയും നമ്മളെ ആചാര്യന്മാർ എനിക്ക് പറഞ്ഞു തന്നവരുൾപ്പെടെ സിമ്പിളാക്കി വെച്ച് നമ്മുടെ പദ്ധതിയിൽ അങ്ങനെ പോകുന്നതിൻ്റെ കാര്യം അതാണ്. മറ്റു വെള്ളത്തും ഭയങ്കര ടഫാണ്. ചതുരാവർത്തി തർപ്പണം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഓഫീസിൽ പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നവർക്ക് നല്ല, പറ്റുമെങ്കിൽ നല്ലതാണ്. പക്ഷേ ആളുകൾക്ക് പ്രാക്ടിക്കൽ നടന്നു വരുന്നില്ല. അത് മാത്രമല്ല വേറെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുടങ്ങിപ്പോകും. അപ്പോൾ നമുക്ക് പറ്റുന്ന കാര്യങ്ങളെ നമ്മളിവിടെ പറയുന്നുള്ളൂ. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ എങ്ങനെ വർക്ക് ചെയ്യുന്നത്? അപ്പോൾ ഇച്ഛാശക്തി അവിടെ വർക്ക് ചെയ്യാതാവും. വിൽ പവർ, ഇച്ഛാശക്തി വന്നെങ്കിലേ അത് പിന്നെ ജ്ഞാനശക്തിയായിട്ട്, ക്രിയാശക്തിയായിട്ട്, ദേവതയായിട്ട് പ്രവർത്തിക്കത്തുള്ളൂ. ഒരു കാര്യം വേണമെന്ന് ആഗ്രഹം തോന്നണം. ഫസ്റ്റ് ഇച്ഛാശക്തി, അത് നേടുമെന്നുള്ള ഒരു വിൽ പവർ, ഉറപ്പ്. ആ ഇച്ഛാശക്തി വേണം. അതിനുവേണ്ടി പ്രവർത്തിക്കും. വാക്ക് പറഞ്ഞ വാക്ക്, ഞാൻ അതിനുവേണ്ടി പ്രവർത്തിക്കണം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അറിവ് പ്രപഞ്ചത്തിന് വരാൻ തുടങ്ങും. ആ ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ ആദ്യം ട്യൂൺ ചെയ്യപ്പെടും. അതിൻ്റെ ദേവതകളുമായിട്ട് നമ്മുടെ ദേവതകൾ ട്യൂൺ ചെയ്യപ്പെടും. അത് ജ്ഞാനശക്തിയായിട്ട് മാറും. പ്രാണൻ എങ്ങനെ സഞ്ചരിക്കണം എന്നുള്ളതാണ് യഥാർത്ഥ ജ്ഞാനം. പ്രാണൻ സഞ്ചരിക്കേണ്ടത് നെഗറ്റീവായിട്ടാണ്, പോസിറ്റീവായിട്ടാണ് ഈ സാഹചര്യത്തിൽ? ഇതറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം, അറിവ്. അങ്ങനെയാണ് മറ്ററിവുകളിലേക്ക് നമ്മൾ എത്തുന്നത്. ബാക്കിയെല്ലാം സബ്ബായിട്ടുള്ള അറിവുകളാണ്. മെയിൻ ഈ അറിവാണ്. അപ്പോൾ ഇച്ഛാശക്തിയിലൂടെ മാത്രമേ അറിവ് ഉണ്ടാകത്തുള്ളൂ. അത് പിന്നെ ജ്ഞാനശക്തിയായിട്ട് മാറുക. മനസ്സിലായി? ആ ജ്ഞാനശക്തിയായ പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങനെ പ്രവർത്തിക്കും. ഇപ്പോൾ ക്രിയാശക്തിയായി. നല്ലതായാലും ചീത്തയായാലും എല്ലാം വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ.
ചീത്തയായി പോകുന്ന ഒരാളിങ്ങനെയാണ്. കള്ളു കുടിക്കാം, ഇങ്ങനെയൊക്കെയാണ് കള്ളു കുടിക്കുന്നത്. അത് ജ്ഞാനശക്തിയായി, പിന്നെ അത് ക്രിയാശക്തിയാവും. അല്ലെ, നമ്മൾ തന്നെ ആൾക്കാരെ പോയി കൂടി അല്ലേ. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തിയായിട്ട് ദേവത പ്രവർത്തിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് സത്യമാണ് എന്നും മനസ്സിലാവും. ആ സത്യം ഉണ്ടാവണമെങ്കിൽ ശ്രദ്ധ ഉണ്ടാവണം. ശ്രദ്ധ ഉണ്ടാവണമെങ്കിൽ ആ ദേവതയോട് അതിയായ സ്നേഹമുണ്ടാകണം, അതിൽ വിശ്വാസം ഉണ്ടാകണം. വിശ്വാസം ഉള്ളിടത്തോട്ടാണ് ശ്രദ്ധ പോകുന്നത്. ആ വിശ്വാസം ഉണ്ടാവണമെങ്കിൽ ലോജിക്കൽ തിങ്കിങ് കട്ട് ചെയ്യണം. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ചിലപ്പോൾ ജപിച്ച വെള്ളം കൊടുക്കുമ്പോൾ ആൾക്കാർ പലപ്പോഴും ഛർദ്ദിച്ച് കൈവശം പോകും. പിറ്റേ ദിവസം എന്താ പറയുന്നറിയാം, മൈൻഡ് ആ വെള്ളത്തിനകത്ത് വല്ലതും ചേർത്തിട്ടുണ്ടാവും. അവരുടെ മുന്നേ വെച്ചാൽ പച്ചവെള്ളം എടുത്തിട്ട് പൈപ്പിനകത്ത് ജപിച്ചിട്ട് കൊടുക്കും. പക്ഷെ അവർ വിചാരിക്കുക അതെന്തെങ്കിലും കെണ്ടിക്കകത്തുണ്ടായിരുന്നിരിക്കാം. ഇല്ലെന്ന് അവർക്കും അറിയാം, പക്ഷെ ഇങ്ങനെ പറയും മൈൻഡിൽ നിന്നിട്ട്. അപ്പം എത്ര തവണ ദേവത രക്ഷിച്ചിരിക്കുന്നു. പക്ഷേ അതെല്ലാം ലോജിക്കലി ആലോചിച്ച് അതൊക്കെ യാദൃശ്ചികവും അല്ലേ. അല്ലാതുള്ള ലോജിക്കൽ തിങ്കിങ്ങിൽ എന്തെങ്കിലും വന്നാൽ അത് എത്ര പ്രാവശ്യമായാലും അത് ഭയങ്കര സംഭവമായിട്ട് ഓപ്പോസിറ്റ്. അവിടെയാണ് നമുക്ക് തെറ്റുന്നത്. ഒരു ചെറിയ കാര്യങ്ങൾക്ക് പോലും ആഘോഷിക്കണം, സന്തോഷിക്കണം, ദേവതയുടെ അനുഗ്രഹമായി തിരിച്ചറിയണം, പറയണം. വചന പ്രഘോഷണം ഒക്കെ പറഞ്ഞു കേൾക്കത്തില്ല എന്ന് പറഞ്ഞിട്ട്, ദൈവവചന പ്രഘോഷണം എന്ന് പറഞ്ഞിട്ട് പ്രൈസ് ദ ലോർഡ് പുരപ്പുറത്ത് കയറി നിന്ന് ഉറക്കെ വിളിച്ച് പറയൂ. സത്യലോകത്തെക്കുറിച്ച് പറയും, ദൈവത്തെക്കുറിച്ച് പറയും, പ്രാണന്ത ലോകത്തെക്കുറിച്ച് പറയും. അല്ലാതെ രഹസ്യമാക്കി വെച്ചിരിക്കുന്നുണ്ട് പല പ്രശ്നം. മറ്റുള്ളവർക്ക് അവസരങ്ങൾ കൊടുക്കുക, അത് നല്ലൊരു മാർഗമാണ്. അവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ അത്രയും പേര് രക്ഷപ്പെടുമ്പോൾ അവർ നമ്മളെക്കുറിച്ച് ഓർക്കാതിരിക്കത്തില്ല. പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഒരു പുണ്യം നമുക്ക് കിട്ടും. അപ്പം അങ്ങനെ നമ്മൾ ഈശ്വരീയതയെ ഗാഠമായി ആശ്ലേഷിക്കണം. ഉള്ളിൽ സ്നേഹത്തോടെ ഈശ്വരനോട് സ്നേഹം ഉണ്ടാവും. ഇപ്പോൾ ഈ നെഗറ്റീവ് എനർജിയൊന്നും കയറത്തില്ല. ആ കെമിക്കൽ കോമ്പിനേഷൻ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെല്ലാം വേണ്ടത് ശ്രദ്ധയാണ്. ശ്രദ്ധവൻ ലാഭത്തെ ഞാനൊന്ന് ഗീത പറയുന്നുവല്ലോ അല്ലേ, എന്ന് പറഞ്ഞല്ലോ നമ്മൾ. ശ്രദ്ധവാനാണ് ലാഭം ഉണ്ടാകുന്നത്. ശ്രദ്ധയാണ് ഏറ്റവും വലിയ സംഗതി. അത് പറഞ്ഞ ഗീത ആരംഭിക്കുന്ന ശ്രദ്ധിച്ചാൽ ശ്രദ്ധയെക്കുറിച്ചാണ് പറയുന്നത്. ഭയം ശ്രദ്ധ ഉണ്ടാക്കും ഒരു പരിധിവരെ. ഈ ഭയം കൂടുമ്പോഴാണ് പ്രശ്നം. ചെറിയൊരളവ് ഭയമുള്ള നല്ലതാണ്. അല്ലേ? അപ്പം ശ്രദ്ധിക്കാൻ പറ്റണമെങ്കിൽ ദേവതയായിട്ടുള്ള ബന്ധം, ഫ്രീക്വൻസിയുടെ കണക്ഷൻ വേണം അല്ലേ. അതുകൊണ്ട് ഒരു കാരണവശാലും ജപം മുടക്കത്തില്ല എന്ന് തീരുമാനമെടുക്കണം. സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള ജപം, നമ്മുടെ പദ്ധതി പ്രകാരം തന്നിട്ടുള്ള ജപം, മെഡിറ്റേഷൻസ്, അഫർമേഷൻസ്, സൂര്യനമസ്കാരം, പ്രാണായാമം പോലുള്ള കാര്യങ്ങൾ, നമ്മൾ ഈ പറഞ്ഞ പഞ്ചകോശബുദ്ധി സാധന പ്രകാരമുള്ള പദ്ധതി പ്രകാരമുള്ള ജപം ഇന്നു മുതൽ ഒരു ദിവസം പോലും മുടക്കത്തില്ല എന്ന് തീരുമാനമെടുത്താൽ മാത്രമേ പറ്റൂ. അത് യാതൊരു തർക്കവുമില്ല. അല്ലാതെ നമ്മൾ സംസാരിച്ചിട്ടോ ഇത് ചെയ്തിട്ടോ ഒരു കാര്യമില്ല. അതിനൊരു മുൻകൈ എടുത്തൊരു തീരുമാനം ഉണ്ടാവും. അപ്പോൾ അതിലകത്ത് എന്താ ബെനിഫിറ്റ് എന്ന് ആലോചിക്കണം. നമ്മൾ മരിക്കുമ്പോൾ പ്രകാശത്തിൻ്റെ ലോകത്ത്, ദേവിയുടെ ലോകത്ത് നിൽക്കണം. അപ്പോൾ ഈ നെവർ എൻഡിങ് ആയിട്ടുള്ള ഒരു ഡ്രീം നമുക്ക് കിട്ടി, ഒരു ഗോള് കിട്ടി, ഒരു ഡ്രീം കിട്ടി അല്ലേ. അപ്പോൾ നമ്മൾ ഡൗൺ ആവത്തില്ല. ഒരു ഡ്രീമുണ്ട്. ഇതുപോലെ ഒന്നാണ് മുസ്ലിങ്ങളെ നയിക്കുന്നത്. ഈ തീവ്രവാദികളെയൊക്കെ മരിക്കാൻ പോലും പ്രേരിപ്പിക്കുന്നത്. മരിക്കുമ്പോൾ ഹൂറികളെ കിട്ടും. ചുമ്മാതാണെങ്കിലും അത് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഒരു വിശ്വാസം വന്നിട്ട് അതിൽ സങ്കല്പിക്കുമ്പോൾ ഒരിക്കലും ഈ ജപം മുടങ്ങത്തില്ല, അവൻ്റെ പ്രാർത്ഥന മുടങ്ങത്തില്ല. അത് അവന് ഗുണമായിട്ട് വരും. അത്രയൊന്നും ഇല്ലെങ്കിൽ അതൊക്കെ കള്ളത്തരമാണ് പലതും. പക്ഷേ
നമുക്ക് ഒരു കാര്യം സത്യമാണ്, ദേവി ഉപാസന നമ്മുടെ ഈ സാധന പദ്ധതി ചെയ്താൽ മരിക്കുമ്പോൾ ദേവിയുടെ ലോകത്ത്, പ്രകാശത്തിൻ്റെ ലോകത്ത് നിൽക്കാൻ പറ്റും. കാരണം ഈ ശരീരത്തിൽ വരുമ്പോൾ ഈ ബാധകൾ പറയുന്ന വീഡിയോസ് ഉണ്ടല്ലോ, ഇരുട്ടത്താണ്, ഞാൻ കാണിച്ചിട്ടില്ലേ, ഇരുട്ടത്താണെന്ന് കലിഞ്ഞിരിഞ്ഞ് നടക്കാം, പ്രകാശത്തിന്റെ ലോകത്തേക്ക് പോകും. ഇവിടെ പണ്ടേ പറയുമായിരുന്നു ഇതൊക്കെ പേടിയ, ഇവിടെ രാത്രിയിൽ ആരൊക്കെയോ ഉപദ്രവിക്കുന്നുണ്ടെന്ന്. എന്തായാലും സഹായിച്ച്, ആരൊക്കെയോ സഹായിച്ച് അവിടെ വീട്ടുകാരത് കാര്യമായിട്ട് എടുത്തിട്ടേ ഞാൻ ഇതിന്റെ കൂടെ വർഷങ്ങളായിട്ട് കൂടെ 20 വർഷത്തോളമായിട്ട് കഴിച്ചു. ഈ മരിച്ചു കഴിഞ്ഞ് ഓർമ്മയാലും പേരുമായിരുന്നു. അങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെ? ഞങ്ങൾ മരിച്ചിട്ടില്ലാത്തത് ഞാൻ കരുതത്തില്ല. മരിച്ചു കഴിയുമ്പോൾ ഉള്ള അവസ്ഥ എങ്ങനെ? മരിച്ചു കഴിയുമ്പോൾ അതൊരു രോഗമാണ്. നമ്മളെ ആരൊക്കെയോ വരെ കൂട്ടിക്കൊണ്ടുപോകും, എവിടേക്കോ നമ്മൾ എത്തിച്ചേരും. പക്ഷെ ഇവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ല. നമ്മളറിയാത്ത കുറേ ആൾക്കാരെ കാണും, കുറേ അടുത്തോടൊക്കെ നമ്മൾ പോകും. നമ്മളെ ഏതൊക്കെയോ വീടുകൾ പോലത്തെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും, ആകാശത്തിലൂടെ പറന്ന് നടക്കാം. പക്ഷെ എന്നെ അവരവിടെ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചങ്ങോട്ട് കൊണ്ടുവിട്ടു. അതെന്താണെന്ന് അറിയില്ല. അത് ഉയർന്ന ലോകമായിരുന്നു, താഴ്ന്ന ലോകമായിരുന്നു. മരിച്ചു കഴിഞ്ഞപ്പോൾ ആകാശം പറന്നു പോകുന്നു, ഉയർന്ന ലോകമായിരുന്നു. പറന്നു പോകാൻ അത് കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുപോയിട്ടു അല്ലേ? ഒരു ഗുഹയ്ക്കകത്തിലൂടെ പോകുന്നതൊക്കെ തോന്നിയിരിക്കുന്ന പറയാം. പലരുടെ ശരീരത്തോടൊക്കെ സംസാരിക്കുന്നു. എന്നെ പറത്തിക്കൊണ്ടുപോകാൻ. അപ്പൊ ഇവിടെ എവിടെ വെച്ചാൽ കയറിയത്? എപ്പോഴുള്ള ശരീരത്തിൽ കയറിയത് വെച്ചാൽ അവിടെ വീട്ടിൽ വെച്ച് വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ വന്നായിരുന്നു പറന്നു അല്ലേ? പാറന്നല്ല വന്നേ, പാറന്നല്ല വന്നേ. പിന്നെ ഞാൻ അവിടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ പേടിച്ചപ്പോൾ കയറി അങ്ങനെ കയറി ഇമോഷൻ മാറാതെ കയറാൻ പറ്റത്തില്ല. വിഷമിക്കാതെ, ദേഷ്യപ്പെടാതെ, ഭയപ്പെടാതെ കയറാൻ പറ്റുന്നില്ല. അവിടെ കട്ടിലിന്റെ കാലയിൽ ഞാൻ വന്നിരുന്നു. അവൾ ഉറക്കത്തിൽ എന്നെ കണ്ടു. അവൾ എന്നെ വ്യക്തമായിട്ട് കണ്ടത് ഒരു നിരാവുള്ള രാത്രിയിൽ. അവൾ അപ്പൊ പേടിച്ചു. അപ്പോ അവിടുത്തെ പിറ്റേ ദിവസം അവൾ അമ്മയോട് പറഞ്ഞു. അപ്പൊ ഞാൻ പേടിച്ചു പോയി. എന്നെ ഇനി ഇവർ ഒഴിപ്പിക്കുമോ, ഇവർ കണ്ടുപിടിക്കുമോ? ആ നാട്ടിലുള്ള പലരുടെയും ശരീരത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സബീന, പിന്നൊരു വിദ്യ, പിന്നെ ശ്രീജ, ആരുടെയൊക്കെയോ. ഇല്ല, പക്ഷെ എനിക്ക് ഇവിടെ ശരീരത്തിൽ നിൽക്കുന്ന ഇഷ്ടം. അവളുടെ അടുത്താകുമ്പോ ഇവിടെ വിളക്ക് കത്തിക്കത്തുമില്ല, പാമ്പം ചെറുക്കത്തുമില്ല. ഇപ്പോഴാണ് ഇതൊക്കെ തുടങ്ങിയത്. ചോട്ടി അതിന് സഹായിക്കും ദേവി ഉപാസന. അങ്ങനെ പ്രകാശന ലോകത്ത് വന്നവരും നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്, മരിച്ചുപോയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ടായിരിക്കണം ഈ പദ്ധതി മുടങ്ങാതെ സീരിയസ് ആയിട്ട് ചെയ്യേണ്ടത്. സോളിൻ്റെ ഒരു ലോങ് ലൈഫിലുണ്ടാകുന്ന ഒരു ഗ്രോത്ത്, അതാദ്യം ഒരു വിശ്വസിക്കണം, എന്നാലേ പറ്റത്തുള്ളൂ. മാത്രമല്ല അത് കറക്റ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഈ ലോകത്തും ബെറ്ററാവും ലൈഫ്. ടെൻഷനും വിഷമമൊന്നും വരത്തില്ല. കാരണം നല്ലൊരു ലൈഫ് നമ്മളെ കാത്തിരിപ്പുണ്ടെന്നുള്ള തിരിച്ചറിവ്. ഓക്കെ, അത് ശ്രദ്ധിച്ചു.